ഇപ്പോഴത്തെ ട്രൈബൽ ചീഫിനെ നിങ്ങൾക്കറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പേ ആർക്കും ഇഷ്ടമല്ലാതിരുന്നിട്ടുണ്ടായിരുന്ന റോമൻ റീൻസിനെയും നിങ്ങൾക്കറിയാം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഫാൻ ഫേവറേറ്റ് റോമൻ റീൻസ് ഉണ്ടായിരുന്നു. ഫാൻസുകൾ എല്ലാവരും ആ റോമൻ റീൻസ് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന വില്ലന്മാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുണ്ടായിരുന്ന ഒരു കിഡ്ലൻ റോമൻ റീൻസ്. 2015 കാലഘട്ടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റോമൻ. ആ റോമനെ കുറിച്ചിട്ടുള്ള കഥ നിങ്ങൾക്കറിയാമോ? റോമൻ റീൻസ് എങ്ങനെയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഫാൻസുകൾക്ക് വേണ്ട കാര്യങ്ങൾ റോമൻ റീൻസ് കൊടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? കിഡ്ലൻ മാച്ചുകളുടെ പരമ്പര റോമൻ റീൻസ് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വർഷം 2015 സർവൈവർ സീരീസ് നടക്കുകയാണ്. ആ സമയത്ത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ വേക്കൻ്റ് ആയി കിടക്കുകയാണ്. ആ വേക്കൻ്റ് ടൈറ്റിലിന് വേണ്ടിയിട്ട് ഒരു ടൂർണമെന്റ് WWE സംഘടിപ്പിക്കുന്നു. ആ ടൂർണമെന്റിന്റെ ഫൈനൽസ് നടക്കുന്നത് സർവൈവർ സീരീസിൽ തന്നെയാണ്. ഫൈനൽ മാച്ചിൽ മത്സരിക്കുന്നത് റോമൻ റീൻസും ഡീൻ ആംബ്രോസും കൂടിയാണ്. പറയാതിരിക്കാൻ വയ്യ, ടെക്നിക്കുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരും ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. റോമൻ റീൻസ് അദ്ദേഹത്തിന്റെ ഫിനിഷർ ചെയ്യുന്നു, ഡീൻ ആംബ്രോസ് തോൽക്കുന്നില്ല. ആംബ്രോസ് അദ്ദേഹത്തിന് ഫിനിഷർ ചെയ്യുന്നു, റോമൻ തോൽക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും മാറി തോൽപ്പിച്ചിട്ടും ആർക്കും ഒരു വിജയം കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം റോമൻ റീൻസിനെ ഒരു കോർണറിലിട്ട് ചവിട്ടിക്കൂട്ടി മറ്റൊരു കോർണറിൽ നിന്ന് ഓടി വന്ന് റോമൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്ന ഡീൻ ആംബ്രോസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് റോമന്റെ വക ഒരു സ്പിയർ ആയിരുന്നു. ആ ഒരു സ്പിയറിലൂടെ റോമൻ റീൻസ് വിജയിച്ച് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായി മാറിയിരിക്കുന്നു. ഫാൻസിന്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫാൻസ് എല്ലാവരും റോമൻ റീൻസ് വിജയിച്ചതിനെ അവിടെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം തന്റെ എതിരാളിയായിട്ടുണ്ടായിരുന്ന ഡീൻ ആംബ്രോസ് വരെ റോമനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാച്ചിന് ശേഷം മുഴുവനായിട്ടും അവിടെ പേപ്പറുകൾ പറന്നുയരാൻ തുടങ്ങി. റോമൻ വിജയിച്ചതിന്റെ സന്തോഷം തന്നെയായിരുന്നു അവിടെ ആഘോഷിക്കപ്പെട്ടത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു വ്യക്തി വരികയുണ്ടായി. മറ്റാരുമായിരുന്നില്ല, WWE COO ആയിട്ടുള്ള ട്രിപ്പിൾ എച്ച് ആയിരുന്നു. ട്രിപ്പിൾ എച്ച് വന്നുകൊണ്ട് റോമൻ റീൻസിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതും റോമന്റെ കൈ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നതും റോമനെ ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടുകയും ചെയ്തു. റോമൻ അത് കൊടുത്തില്ല, തിരിഞ്ഞു നടക്കുകയുണ്ടായി. എന്നിട്ട് തിരിച്ചു വന്ന് ഒരൊറ്റ സ്പിയർ ആയിരുന്നു ട്രിപ്പിൾ എച്ചിന്. ആ സ്പിയർ ചെയ്ത ഉടനെ തന്നെ റോമൻ തിരിഞ്ഞു നോക്കുന്നതും അതാ കിടക്കുന്നു ഒരു ബ്രോ കിക്ക് ബൈ ഷെയ്മസ്. അന്നത്തെ മണി ഇൻ ദ ബാങ്ക് വിന്നർ ആയിരുന്നു ഷെയ്മസ്. ആ ഒരു മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസും കൊണ്ടായിരുന്നു ഷെയ്മസ് വന്നത്. അദ്ദേഹം ആ ഒരു മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് അവിടെ ക്യാഷ് ഇൻ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് റോമൻ റീൻസിനെ പിൻ ചെയ്ത് നോക്കി. പക്ഷേ റോമൻ തോറ്റില്ല. റോമൻ വീണ്ടും ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വന്നു. പക്ഷേ അതാ ഷെയ്മസിന്റെ കയ്യിൽ നിന്നും രണ്ടാമത്തെ ബ്രോ കേക്ക്. അതോടുകൂടി ഷെയ്മസ് വിജയിച്ച് വേൾഡ് ചാമ്പ്യനായി മാറുകയും ചെയ്തു. ട്രിപ്പിൾ എച്ചിന് അവസാനം കൈ കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ട്രിപ്പിൾ എച്ചും സ്റ്റീഫനി മക്മാനും റിംഗിൽ വന്നുകൊണ്ട് പറയുകയുണ്ടായി, വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച റോമന് ആകെ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് കൈ തരിക എന്നുള്ളതായിരുന്നു. അതുപോലും അവനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ആ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അർഹിക്കുന്നില്ല. അത് അർഹിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ കയ്യിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. അത് ഷെയ്മസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ റിംഗിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഷെയ്മസ് റിംഗിലേക്ക് വന്നു. തനിക്ക് ഇത്രത്തോളം വലിയൊരു ഇൻട്രൊഡക്ഷൻ നൽകിയതിന് വളരെയധികം നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഫാൻസുകൾ മുഴുവൻ ഷെയ്മസിനെതിരായിരുന്നു. ഫാൻസുകൾ ചാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് യു ലുക്ക് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഷെയ്മസിനെ കാണാൻ ഒരു രസവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫാൻസുകളുടെ ചാൻറ്റ് മുഴുവൻ. ഒറിജിനൽ റോമൻ എംപയർ 500 വർഷങ്ങൾ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റോമൻ എംപയറോ വെറും 5 മിനിറ്റും 15 സെക്കൻഡും മാത്രമായിരുന്നു നീണ്ടു നിന്നത്. റോമൻ റീൻസിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് റെയിൻ 5 മിനിറ്റും 15 സെക്കൻഡും മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നായിരുന്നു ഷെയ്മസ് ഉദ്ദേശിച്ചത്. അങ്ങനെ അവർ ആനന്ദതുന്തിലം ആടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു റോമൻ റീൻസിന്റെ എൻട്രി നമ്മൾ കണ്ടത്. റോമൻ വന്ന് പറഞ്ഞത് തനിക്ക് തന്റെ റീമാച്ച് ഇന്ന് തന്നെ വേണം, ഈ ഒരു റോ എപ്പിസോഡിൽ വെച്ച് തന്നെ വേണമെന്നായിരുന്നു. ഫാൻസുകൾ എല്ലാവരും റോമന്റെ കൂടെ യെസ് ചാൻറ്റുകളുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രിപ്പിൾ എച്ച് അതിനെ സമ്മതിച്ചില്ല. നിനക്ക് നിന്റെ റീമാച്ച് കിട്ടും, പക്ഷെ അതൊരിക്കലും ഇന്നായിരിക്കില്ല എന്ന് പറഞ്ഞ് ട്രിപ്പിൾ എച്ച് പുറകിലോട്ട് പോയ അതേ മൊമെന്റിൽ തന്നെയായിരുന്നു റോമന് പുറകിൽ നിന്നും റൂസേവിന്റെ വക ഒരു അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഈ റൂസേവ് ആയിക്കോട്ടെ ഷെയ്മസിന്റെ ലീഗ് ഓഫ് നേഷൻസിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു. റൂസേവ് അറ്റാക്ക് ചെയ്ത് റോമൻ റീൻസ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് തന്നെ ഷെയ്മസിന്റെ കയ്യിൽ നിന്നും ബ്രോ കിക്കും കൂടി റോമന് കിട്ടുകയുണ്ടായി. എന്നിട്ട് എൻട്രൻസിന്റെ ആ ഒരു ഭാഗത്തെത്തിയിട്ട് ട്രിപ്പിൾ എച്ച് അനൗൺസ് ചെയ്യുകയുണ്ടായി, റോമൻ, നിനക്ക് നിന്റെ റീമാച്ച് കിട്ടാൻ വേണ്ടി പോകുന്നത് 2015 TLCയിൽ വെച്ചിട്ടായിരിക്കും. അതൊരു TLC മാച്ചുമായിരിക്കും എന്ന് തന്നെയായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത ആഴ്ചയിൽ ന്യൂ ഡേ ടീമായിരുന്നു റോ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷെയ്മസ് ഒരു കോട്ടും സ്യൂട്ടും എല്ലാം തന്നെ ധരിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് റെയിൻ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. അതോറിറ്റിക്ക് വേണ്ടിയിട്ടും ഷെയ്മസ് എല്ലാവരോടും കൈയടിക്കാൻ വേണ്ടി പറയുകയുണ്ടായി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും 5 മിനിറ്റും 15 സെക്കൻഡ് കൊണ്ടും റോമൻ റീൻസിനെ തോൽപ്പിച്ചതിന്റെ കഥകൾ വീണ്ടും ഷെയ്മസ് പറയുകയുണ്ടായി. ട്രിപ്പിൾ എച്ചിന് റോമൻ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ താൻ ഈ ചാമ്പ്യൻഷിപ്പുമായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട
പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതും ഷെയ്മസ് പറഞ്ഞു. അങ്ങനെ സംസാരമെല്ലാം തന്നെ കഴിഞ്ഞ് ടേൺ ബക്കിളിന്റെ മുകളിൽ കയറി തന്റെ ചാമ്പ്യൻഷിപ്പ് ഉയർത്തി കാണിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതാ കിടക്കുന്നു ഒരു സൂപ്പർമാൻ പഞ്ച് ഫ്രം റോമൻ റെയിൻസ്. സൂപ്പർമാൻ പഞ്ച് കൊടുത്ത് വെറുതെ നോക്കി നിന്നത് മാത്രമല്ല, ഷെയ്മസിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പും കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന റോമൻ റെയിൻസിനെ നമ്മൾ കണ്ടു. അങ്ങനെ ബാക്ക് സ്റ്റേജിലെത്തി ഉസോസിന്റെയും ഡീൻ ആംബ്രോസിന്റെയും അടുത്തെത്തി ഇത്രയും സുഖമാണല്ലോ നമുക്ക് ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെല്ലാം തന്നെ പറഞ്ഞു നിൽക്കുന്ന റോമന്റെ മുൻപിലേക്ക് ട്രിപ്പിൾ എച്ചും സ്റ്റീഫനി മക്മാനും വരികയുണ്ടായി. നിന്റേതല്ലാത്ത ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നിന്റെ കയ്യിൽ നിൽക്കുന്നുണ്ട് റോമൻ, അത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നായിരുന്നു ട്രിപ്പിൾ എച്ച് പറഞ്ഞത്. പക്ഷെ ട്രിപ്പിൾ എച്ചിന് കൊടുക്കാൻ എന്നുള്ള പേരിൽ സ്റ്റീഫനി മക്മാന്റെ കയ്യിലേക്ക് ചാമ്പ്യൻഷിപ്പ് കൊടുക്കുകയായിരുന്നു റോമൻ ചെയ്തത്. അതായത് ട്രിപ്പിൾ എച്ചിനെ കളിയാക്കാനായിരുന്നു റോമൻ ഉദ്ദേശിച്ചത്. 2 ആഴ്ചക്കുള്ളിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഞാൻ തിരിച്ചെടുക്കുമെന്ന് റോമൻ പറഞ്ഞപ്പോൾ റോമനോട് ട്രിപ്പിൾ എച്ച് പറഞ്ഞത് നീ 2 ആഴ്ച കാത്തിരിക്കേണ്ട, ഷെയ്മസ് പറഞ്ഞത് ഇന്ന് തന്നെ നമുക്കൊരു റീമാച്ച് വെക്കാം എന്നുള്ളതാണ്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു മാച്ചിൽ 5 മിനിറ്റും 15 സെക്കൻഡിനുള്ളിൽ നീ ഷെയ്മസിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഷെയ്മസ് വിന്നറായി മാറുമെന്ന് തന്നെയായിരുന്നു. റോമൻ റെയിൻസ് അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉറപ്പിക്കുകയുണ്ടായി, നടക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് ആ ഒരു മാച്ചിൽ വിജയിക്കണമെന്ന് തന്നെയാണ് റോമൻ റെയിൻസിന്റെ ആഗ്രഹം. ഷെയ്മസ് ആയിക്കോട്ടെ ആ സമയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങലും കുറച്ചു നേരം അവിടെ ഇരിക്കലും ഇവിടെ പിടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ള സമയം റോമൻ റെയിൻസ് ഷെയ്മസിനെ എടുത്ത് റിങ്ങിലേക്ക് എറിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് തന്റെ സ്പിയർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ റോമന്റെ കാൽ മറ്റൊരാൾ പിടിച്ചു വലിക്കുകയുണ്ടായി. മറ്റാരുമായിരുന്നില്ല, റൂസേവ് തന്നെയായിരുന്നു. അതോടുകൂടി മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യുകയുണ്ടായി. റോമൻ റെയിൻസ് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടേക്ക് ഷെയ്മസിന്റെ ലീഗ് ഓഫ് നേഷൻസിലെ ആൽബർട്ടോ ഡെൽ റിയോ, വെയ്ഡ് ബാരറ്റ്, റൂസേവ് എന്നിവരെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഷെയ്മസ് അദ്ദേഹത്തിന്റെ ടീമിലെ ഓരോ മെമ്പേഴ്സിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ഇവരെല്ലാവരും കൂടി റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ റോമനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉസോസും ഡീൻ ആംബ്രോസും റിംഗിലേക്ക് കയറി വരികയുണ്ടായി. പക്ഷെ ഇവർ ആരും തമ്മിൽ ഒരു ഫൈറ്റ് പോലും അവിടെ നടന്നിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് കയറിയ ഷെയ്മസിന് മോന്തയ്ക്ക് ഒരു അടി കിട്ടിയതൊഴിച്ചാൽ വേറെ ഫൈറ്റുകളൊന്നും അവിടെ നടന്നിട്ടില്ല. പിന്നീട് അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ അത് TLCക്ക് മുൻപേ നടക്കുന്ന റോ എപ്പിസോഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടേബിളും ലാഡറും ചെയറും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. റോമൻ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ചായിരുന്നു അവിടെ സംസാരിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ ഷെയ്മസെ ഇങ്ങോട്ട് വാ, ഷെയ്മസ് വരാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്നെല്ലാം തന്നെ റോമൻ പറയുകയുണ്ടായി. അങ്ങനെ ഷെയ്മസ് വന്നു. TLCയിൽ വെച്ച് ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്നെല്ലാം തന്നെ വീരവാദം മുഴക്കി. അപ്പോൾ റോമൻ പറഞ്ഞു TLC വരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ, ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഇതിൽ ഓരോ സാധനങ്ങൾ എടുത്ത് ഞാൻ നിന്നെ തല്ലും, നീ റിങ്ങിലേക്ക് കയറുക, നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഷെയ്മസ് പറഞ്ഞു ഞാൻ റിങ്ങിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നീ എന്നെ ആ ടേബിളിന്റെ മുകളിലേക്ക് പവർ ബോംബ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ തന്നെ റോമൻ പറഞ്ഞു അത് ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ നീ പേടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ടേബിൾ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് ഓരോരോ വെപ്പൺസ് ആയിട്ട് റോമൻ റെയിൻസ് പുറത്തേക്ക് വലിച്ചെറിയുകയുണ്ടായി. അത് ലാഡർ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് ഷെയ്മസിന്റെ മേലേക്കായിരുന്നു. ഭാഗ്യത്തിന് ഷെയ്മസിന് ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടിയുള്ള ഒരു ബ്രോൾ തന്നെയായിരുന്നു അവിടെ നടന്നത്. കാണികളുടെ ഇടയിലേക്കും എൻട്രൻസ് ഏരിയയിലേക്കും എല്ലാം പോയിട്ട് ഇവർ തല്ലുണ്ടാക്കുകയുണ്ടായി. ചെയർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഫൈറ്റ് ചെയ്തു. അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് ഷെയ്മസിനെ പിയർ ചെയ്യാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ടായിരുന്ന റോമനെ ഷെയ്മസ് എടുത്ത് വലിച്ചെറിയുകയുണ്ടായി. പക്ഷേ റോമൻ അവിടെ നിന്നും എഴുന്നേറ്റ് വന്നത് ഒരു 1.5 സ്പിയർ ആയിട്ടായിരുന്നു. ഷെയ്മസിനെയും ഒരു ടേബിളിനെയും കൊണ്ടായിരുന്നു റോമൻ പോയത്. പിന്നീട് 2015 TLCയുടെ മെയിൻ ഇവന്റ് റോമൻ റെയിൻസ് വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ടേബിൾസ്, ലാഡേഴ്സ് ആൻഡ് ചെയർസ് മാച്ച്. വെറുതെ റിങ്ങിൽ നിന്നും മാത്രം മത്സരിച്ച ഒരു മാച്ച് ആയിരുന്നില്ല ഇത്. എൻട്രൻസിന്റെ റാമ്പിലേക്കും എൻട്രൻസ് ഏരിയയിലേക്കും എല്ലാം പോയിക്കൊണ്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ. ചെയർ ഉപയോഗിച്ച് ഒരുപാട് തവണ ഷെയ്മസിനെ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ടേബിളിന്റെ മുകളിലേക്ക് ഷെയ്മസിനെ പവർ ബോംബ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഷെയ്മസ് അതാ റോമനെ എടുത്ത് മറിച്ച് ആ ടേബിളിന്റെ മുകളിലേക്ക് തന്നെ ഇട്ട് പൊട്ടിക്കുകയുണ്ടായി. അവിടെ നിന്നും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്ന റോമനെ എടുത്ത് അതാ കിടക്കുന്നു അടുത്ത ടേബിളിലേക്ക് ഷെയ്മസിന്റെ വക ഒരു സൂപ്ലെക്സ്. സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിൽ കയറി റോമനെ എടുത്തുകൊണ്ട് ടേബിളിന്റെ മുകളിലേക്ക് ചാടുകയുണ്ടായി. പക്ഷേ എന്നിട്ടും റോമൻ തോറ്റില്ലായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. ഷെയ്മസിനെ അത് കണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഷെയ്മസ് ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ലാഡറിന്റെ മുകളിൽ വെച്ച് ഒരു സൂപ്പർമാൻ പഞ്ച് കൊടുത്തു. ഷെയ്മസ് വീണതോ ടേബിളിന്റെ മുകളിലേക്കുമായിരുന്നു. ഇതോടുകൂടി റോമൻ വിജയിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പായി. റോമൻ റെയിൻസ് അങ്ങനെ പതിയെ പതിയെ കയറി വന്നു. പക്ഷെ അപ്പോഴേക്കും ലീഗ് ഓഫ് നേഷൻസ് ഷെയ്മസിന്റെ ടീം അവിടേക്ക് വന്നു. ഇത് നോട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആണ്, അതുകൊണ്ട് തന്നെ മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല. ആൽബർട്ടോ ഡെൽ റിയോ, റൂസേവ് എന്നീ 2 പേർ വന്നുകൊണ്ട് റോമനെ അറ്റാക്ക് ചെയ്ത് ഒരു പരിവമാക്കി. എന്നിട്ടും റോമൻ അവരെ 2 പേരെയും അറ്റാക്ക് ചെയ്ത് ഷെയ്മസിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം വിജയം ഷെയ്മസിന്റെ കയ്യിൽ തന്നെയായിരുന്നു. അദ്ദേഹം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുകയുണ്ടായി. മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഷെയ്മസിനെ ഏറ്റി നിൽക്കുന്ന ആൽബർട്ടോ ഡെൽ റിയോയുടെയും റൂസേവിന്റെയും നേരെ ഒരു സ്പിയർ ആയിരുന്നു റോമൻ കൊടുത്തത്. സ്പിയറോടുകൂടി നിർത്തിയിട്ടില്ലായിരുന്നു. ചെയർ എടുത്തുകൊണ്ട് വന്ന് ഇവരെ 3 പേരെയും നല്ലവണ്ണം റോമൻ അറ്റാക്ക് ചെയ്യുകയുണ്ടായി.
ഇത് ചോദിക്കാൻ വേണ്ടി റഫറിമാർ വന്നിട്ടുണ്ടായിരുന്നു. റഫറിമാരെ പേടിപ്പിച്ച് നിർത്തി. അത് കഴിഞ്ഞ് ട്രിപ്പിൾ എച്ച് വന്നിട്ടുണ്ടായിരുന്നു. ട്രിപ്പിൾ എച്ച് വന്നപ്പോൾ റോമൻ ഒരു സൈഡിലേക്ക് മാറി നിന്നു. എന്നിട്ട് അതാ കൊടുത്തിട്ടുണ്ടായിരുന്നത് ട്രിപ്പിൾ എച്ചിനായിരുന്നു, മറ്റൊന്നുമായിരുന്നില്ല, ഒരു സൂപ്പർമാൻ പഞ്ചായിരുന്നു. എന്നിട്ട് ചെയർ ഉപയോഗിച്ച് ട്രിപ്പിൾ എച്ചിനെ നല്ലവണ്ണം പരിക്കേൽപ്പിക്കുകയുണ്ടായി. പിന്നീട് അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് ഒരു പവർ ബോംബ് ചെയ്തു. പവർ ബോംബിലൂടെ അനൗൺസർ ടേബിൾ പൊട്ടാത്തത് കൊണ്ട് ഓടി വന്ന് ഒരു എൽബോ ഡ്രോപ്പും കൂടി റോമൻ ചെയ്തു. പക്ഷേ എന്നിട്ടും റോമന്റെ കലി അടങ്ങിയില്ല. തന്റെ ചാമ്പ്യൻഷിപ്പിന്റെ അവസരം നഷ്ടപ്പെടുത്തിയതോർത്ത് അദ്ദേഹം റഫറിമാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ട്രിപ്പിൾ എച്ചിനെ ഓടി വന്ന ഒരു സ്പിയർ കൂടി ചെയ്യുകയുണ്ടായി. പിന്നീട് തൊട്ടടുത്ത ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ സ്റ്റീഫനി മെക്മാൻ വന്നുകൊണ്ട് പറഞ്ഞു, റോമൻ അറ്റാക്ക് ചെയ്തത് എന്റെ ഹസ്ബൻഡിനെ മാത്രമല്ല WWE CEO ആയിട്ടുള്ള ട്രിപ്പിൾ എച്ചിനെയാണ്. അതിന്റെ കോൺസിക്വൻസസ് എന്തായാലും റോമൻ റെയിൻസിന് ഉണ്ടായിരിക്കും. റോമനെ ഫയർ ചെയ്യേണ്ട എന്നുള്ളത് എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റോമനെ ഇപ്പോൾ തന്നെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ റോമൻ അവിടേക്ക് വന്നു. സ്റ്റീഫനി റോമനെ, നീ ഒരു തോൽവിയാണ്, നീ എല്ലാവർക്കും അപമാനമാണെന്ന് പറഞ്ഞു. റോമൻ അത് തിരിച്ച് സ്റ്റീഫനിയോട് പറഞ്ഞപ്പോൾ സ്റ്റീഫനിയുടെ കയ്യിൽ നിന്നും മോന്തയ്ക്ക് അടിയായിരുന്നു റോമന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്റ്റീഫനി ഒന്നൊന്നര അടിയായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. റോമന്റെ കണ്ണെല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം അടി കൊണ്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ ഫയർ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, പക്ഷെ നിന്നെ ഫയർ ചെയ്യാൻ അധികാരമുള്ള ഒരാൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചെയർമാൻ ഓഫ് ദ കമ്പനി വിൻസെന്റ് മെക്മാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അയാൾ നിനക്കെതിരെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റീഫനി അവിടെ നിന്നും പോയി. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം വിൻസ് അവിടേക്ക് വന്നു. എന്നിട്ട് റോമനോട് റിങ്ങിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. വിൻസ് വന്നു റോമനോട്, നീ എന്ത് കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ മുട്ടുകുത്തി നിന്ന് എന്നോട് ആദ്യം സോറി പറ, എന്നിട്ട് മാത്രം അടുത്ത വാക്ക് നിനക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. റോമൻ അതൊന്നും കേട്ടില്ല. ഫാൻസുകൾ മുഴുവൻ റോമന്റെ കൂടെയുമായിരുന്നു. വിൻസ് തല്ലാൻ എന്നുള്ള രീതിയിൽ തന്റെ സ്യൂട്ടും കോട്ടും എല്ലാം അഴിച്ച് അവിടെ നിന്നു. ഇപ്പോൾ തന്നെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ആയിട്ടുള്ള ഷെയ്മസ് അവിടേക്ക് എത്തി. എന്നിട്ട് നിങ്ങൾ ഇവനെ ഒന്നും ചെയ്യേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നമുക്ക് ഇന്ന് തന്നെ നടത്താം. ഒരു തവണ കൂടി ഇവനെതിരെ ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞു. അവസാനം വിൻസ് അത് സമ്മതിക്കുകയുണ്ടായി. പക്ഷെ വിൻസ് റോമനോടായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് നിന്റെ അവസാന മാച്ചാണ്. ഈ ഒരു മാച്ചിൽ വിജയിച്ച് ഒന്നുകിൽ നിനക്ക് വേൾഡ് ചാമ്പ്യനായി മാറാം, അതല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്നും ഫയർ ചെയ്യുമെന്നായിരുന്നു വിൻസ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് ഇവരുടെ മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. ആ മാച്ച് കാണാൻ വേണ്ടി കമന്റേറ്റേഴ്സിന്റെ കൂടെ വിൻസും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ ഷെയ്മസ് വിജയിക്കാനായി നിൽക്കുന്ന സമയത്തെല്ലാം തന്നെ വിൻസിന് വളരെയധികം സന്തോഷം കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും റോമൻ എങ്ങനെയെങ്കിലും വിജയിക്കുമെന്ന് തോന്നുന്ന സമയത്ത് വിൻസ് ടെൻഷൻ അടിച്ചിരിക്കുന്നതും നമ്മൾ കണ്ടു. റോമന്റെ തലയിൽ നിന്നും ബ്ലഡ് വരുന്നതും ഏറ്റവും അവസാനം ഒരു സൂപ്പർമാൻ പഞ്ച് ഷെയ്മസിനെ ചെയ്യുന്നതും അതോടുകൂടി റോമൻ ജയിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി നിൽക്കുകയുമായിരുന്നു. മൂന്നാമത്തെ കൗണ്ട് ചെയ്യുന്നതിന് മുമ്പേ വിൻസ് വന്നുകൊണ്ട് റഫറിയെ പിടിച്ചു വലിക്കുന്നതും നീ ഇപ്പോൾ ഇത് ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തു. വിൻസ് വലിച്ചിട്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ റോമൻ ആ ഒരു മാച്ചിൽ അപ്പോൾ തന്നെ വിജയിച്ചേനെ. പിന്നീട് ഷെയ്മസ് വിജയിക്കുമെന്ന ആയ സമയത്ത് വിൻസ് വീണ്ടും റഫറിയോട് പെട്ടെന്ന് തന്നെ കയറി, എന്നിട്ട് നീ പെട്ടെന്ന് തന്നെ പിൻ ചെയ്യ്, ഷെയ്മസ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ റോമൻ റെയിൻസ് കിക്ക് ഔട്ട് ചെയ്തു. എന്നിട്ട് വിൻസ് റഫറിയെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ സംസാരിച്ചത് എന്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും സംശയമുണ്ടായിരിക്കും. പക്ഷേ ഷെയ്മസ് റോമനെ ഫ്രണ്ട് ഭാഗത്തേക്ക് നീക്കിയിടുകയുണ്ടായി. അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഷെയ്മസിന്റെ ടീംമേറ്റ്സ് ആയിട്ടുള്ള ആൽബർട്ടോ ഡെൽ റിയോ ആൻഡ് റൂസേവ് എന്നിവരായിരുന്നു. ഇവർ രണ്ടുപേരും റോമനെ നന്നായി അറ്റാക്ക് ചെയ്തു. എന്നിട്ട് റിങ്ങിലേക്ക് എടുത്തിടുകയുണ്ടായി. എന്നാൽ റിങ്ങിലേക്ക് എത്തിയ ഉടനെ തന്നെ റൂസേവിനെ ഒരു സൂപ്പർമാൻ പഞ്ചായിരുന്നു റോമൻ ചെയ്തത്. എന്നിട്ട് അതാ വരുന്നു ഷെയ്മസിനിട്ട് മറ്റൊരു സൂപ്പർമാൻ പഞ്ച്. ഈ സമയത്തെല്ലാം തന്നെ വിൻസ് റഫറിയെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അതാ കിടക്കുന്നു അടുത്ത സൂപ്പർമാൻ പഞ്ച് ടു വിൻസ് മെക്മാൻ. പക്ഷെ തിരിഞ്ഞപ്പോഴേക്കും റോമന് കിട്ടി ഒരു ബ്രോ കിക്ക്. അതിൽ റോമൻ തോറ്റില്ല. ഏറ്റവും അവസാനം ഒരു കിഡിലൻ സ്പിയറിലൂടെ റോമൻ റെയിൻസ് വിജയിച്ച് വേൾഡ് ചാമ്പ്യനായി മാറുകയുണ്ടായി. തന്റെ നഷ്ടപ്പെട്ട ചാമ്പ്യൻഷിപ്പ് വെറും 4 ആഴ്ചക്കുള്ളിൽ റോമൻ റെയിൻസ് തിരിച്ചെടുത്തു. റോമന്റെ കരിയറിലെ കിഡിലൻ മൊമെന്റുകളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത്. ഈ സമയത്ത് ഫാൻസുകൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിനുശേഷമാണ് റോമനെ ഭയങ്കര ഓവർ പുഷാക്കിയിട്ട് ഫാൻസിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ WWE തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പോലെ ഭയങ്കര കാമായിട്ട് നിൽക്കുന്ന റോമൻ ആയിരുന്നില്ല അത്. ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുള്ള പവർഫുൾ റോമൻ ആയിരുന്നു അത്. അടുത്ത ആഴ്ച ഇതുപോലെയുള്ള ഒരു കിഡിലൻ സ്റ്റോറിയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.